നേരെ നിൽക്കുന്നുണ്ടോ? ഇത് ആര് കൊണ്ടുവന്ന ഡ്രസ്സാ പറഞ്ഞു കൊടുക്ക്. ഹെനാൻറ്റി കൊണ്ടുവന്ന ഡ്രസ്സാ. ആബിദങ്ങൾ വന്നപ്പോ ഹെനാൻറ്റി കൊടുത്തയച്ച ഡ്രസ്സാ. നോക്കട്ടെ, സുന്ദരിക്കുട്ടി ആയോക്കട്ടെ അച്ഛനെ കൂട്ടാൻ പോവാന്. ഹെനാൻറ്റീനോട് താങ്ക്സ് പറ. വയന്നെടുത്തിട്ട് പറ. പരീസക്കുട്ടീനോടും പറ. പുലിങ്ങണ്ട, പനിക്കും, ഇനി ഛർദിക്കും. വയ്യ കേട്ടോ നന്ദയ്ക്ക്. ചേട്ടോ ഒരുങ്ങിയോ? തുള്ളണ്ട തുള്ളണ്ട, അവിടെ ഇരിക്കി. തുള്ളണ്ട, അവിടെ ഇരിക്കി. അവിടെ ഇരിക്കുക. അമ്മ കുളിച്ചു വരുന്നവരെ അവിടെ ഇരിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ കാണണം കേട്ടോ. അമ്മ ഒരുക്കിയത് ഇങ്ങനെ തന്നെ കാണണം കേട്ടോ. ഓക്കെ. അമ്മ വരണ്ടാന്നോ? എങ്ങോട്ട്? കൂട്ടാൻ വരണ്ടാന്നോ അച്ഛനെ? അതെന്താ അമ്മ വരണ്ടാത്ത? അമ്മ നൂറ്റിക്ക് പോയ അമ്മ ഡ്യൂട്ടിക്ക് പോയാൽ നീ അനങ്ങാതെ ഇരിക്കണ പോലെ ഇപ്പൊ നീ പോകുമ്പോ ഞാൻ ഇവിടെ അനങ്ങാതെ ഇരിക്കണം എന്ന് അതല്ലേ ഉദ്ദേശിച്ചേ? വല്ലാത്ത മനസ്സാട്ടോടി. വേണ്ട, ഞാൻ വരുന്നില്ല. നല്ല പോലോ മക്കളൊക്കെ അവസ്ഥയാണതേ. ആവശ്യമില്ലാത്ത വിളിക്കരുതിട്ടോ ഇവിടെ. കണ്ടോളി, ഇതാണ് കറി. ഇതിലെ ഞങ്ങളെ പണ്ടത്തെ സ്കൂളിന്റെ മുന്നില് ഒരു കാക്കാന്റെ വീടുണ്ട്. അവിടെയാണ് ഈ 5 ഉറുപ്പിക്ക് പൊറാട്ടയും കറി ഇട്ട. അവിടുത്തെ കറി വരെ ഇതിലേറെ കട്ടിണ്ടാവും. കട്ടിയാണോ പ്രശ്നം? കുറച്ച് കോൺഫ്ലവർ ഇട്ടെന്നാ മതി. സൂപ്പർ. ഓഹോ, എന്ത് വാടാ തിന്നുന്നുണ്ടല്ലോ. തോന്നി തിന്നോണ്ട് കുറ്റം പറയുന്നു. പിന്നെ ഇതാണ് എന്റെ വയ്യായി. അല്ലെങ്കിൽ ചോറും കറിയൊക്കെ ചെയ്യാൻ ഉണ്ടാക്കലില്ല അജോടെ. സുഭാഷേട്ടൻ ഉണ്ടെങ്കിൽ സുഭാഷേട്ടൻ പറയും സുഭാഷേട്ടനാണ് ചോറും കറി ഉണ്ടാക്കല്. അജു ഉണ്ടെങ്കിൽ പറയും അജു ആണ് ചോറും കറി ഉണ്ടാക്കല്. ഞാൻ ഉണ്ടാക്കിയ കറി ആർക്കും ഇഷ്ടമില്ല, പക്ഷെ എല്ലാരും തിന്നു കേട്ടോ. ഇതില് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നേ, വേറെ ഒന്നും എനിക്ക് തോന്നിയില്ലേ. നല്ല രസം, എനിക്ക് ഇഷ്ടായി. സൂപ്പർ. കഴിച്ചോ. സൈനിങ് ഓഫ്. ഗുഡ് ബൈ. നന്ദാ, അടി വേണോ? ഇതിപ്പോ മരുന്ന് കൊടുത്തതിന്റെ നിർത്താണ്. പനഡോളും ആ ഛർദിക്കാതിരിക്കാനുള്ള മരുന്നും. അപ്പൊ അവൾക്ക് ഒച്ച വന്നു. വാ താമരപ്പണി പഠിക്കേ. അതുകൊണ്ടാ ഇന്നലെ കുഴപ്പമില്ല. ഇന്നലെ എങ്ങനെയാ നമ്മള് വീണ്? എങ്ങനെ വീണ്? എന്തിനാ വീണ്? അത് മുട്ടായി വേണം പറഞ്ഞു. കാല് മടക്കി പിടിക്കണ നോക്കോള്. അങ്ങനെ വീണ്. അജി എടുക്കും. അജി എടുക്കുന്നുണ്ടാ? അതെന്താ അജി എടുക്കണ്ടാത്ത? ഇന്നലെ ഓള് പറഞ്ഞില്ലേ ഓളെടുത്തിട്ടാണ് വീണത് എന്ന്. അതാ പറഞ്ഞത്. ഓ താളം തുള്ളാൻ വാ കുട്ടനാടൻ കൊച്ചു കുഞ്ചയിലെ കൊട്ടുപാട്ട് പാടാൻ വാ. പൊന്നാരജോ, കുട്ടനാടിൻ കൊച്ചു തമ്പൂരാട്ടി ഒരു പാട്ട് പാടാൻ വാന്നാണ്. കുട്ടനാടൻ കൊച്ചു ഓളുടെ ഭാഷയിൽ പാടിക്കൊടുത്തേ. ഓള് ഇതിനെക്കാട്ടി നന്നായി പാടും. അങ്ങനെ കുട്ടി പാടിക്കേ.
അറിയാത്ത വാങ്ങണ വിഞ്ഞല്ലേ മാമനെ കണ്ടല്ലേ പഠിക്കണേ. കുട്ടനാടൻ പാട്ട് പാടാൻ അങ്ങനല്ലേ കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടിക്കൊരു പാട്ട്. കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ. പാടിപ്പോ. അപ്പൊ ഞങ്ങള് സുവച്ചനെ കൊണ്ടുവരാൻ പോവാ അല്ലേ? ആ ശരിക്കും അടച്ചു തരാം, അമ്മ അടച്ചു തരാം കേട്ടോ. ശരിക്കും അടഞ്ഞില്ലടാ. ലീക്ക് അടിക്കുവോ? ഇതാരാ പറഞ്ഞ ലീക്ക് അടിക്കുന്നു? അക്കുവാവും അല്ലേ? അങ്ങനെ എന്നാ ലീക്ക് അടിക്കൂല കേട്ടോ. അയ്യോ ആരാ വരുന്നത്? എന്താ അച്ഛൻ വരുന്നൊന്നുമില്ല, അച്ഛനൊന്നും അല്ല. നമ്മള് സോമിയന്റെ വീട്ടിൽ പോവാണ്. പിന്നെ ആരാ? അച്ഛനാ വരുന്നത്? പറ്റിച്ചടി മണ്ടൂച്ചേ. അച്ഛനെ കൂട്ടാൻ തന്നെയാ കേട്ടോ പൊന്നു. അമ്മ വെറുതെ വന്നതല്ലാന്ന്. നമ്മൾ അച്ഛനെ കൂട്ടാൻ പോവാട്ടോ. എന്താ അത്? തഴമ്പാ പൊന്നു, തഴമ്പ്. മോത്തായോ തഴമ്പ്? അധ്വാനിക്കുന്ന കൈവിരലുകൾ അങ്ങനെയാണോടി? ഒന്നും പറയാല്ലേ? മതി. ഇത് ഈ ഭാഗം സൈക്കിള് പിടിച്ച് ഫസ്റ്റ്, പിന്നെ സ്കൂട്ടി പിടിച്ചിട്ട് ഇപ്പോഴും അതുണ്ടല്ലോ. ആര്? അന്റക്ക് വേണ്ട, അന്റെ ഈ പൂമ്പാറ്റയും പെണ്ണുങ്ങളെ സാധനം കൊണ്ടുപോയി. ഞങ്ങള് ആൺകുട്ടികളെ കാര്യം പറയാം. അടക്കം നമുക്ക് പകുതി അടക്കുള്ള പകുതി പറ്റുമോ? ബലൂണ്ട് കുട്ടി വീപ്പിച്ച് കഴിച്ചോ. അനക്ക് എത്ര ബലൂണ് പടക്കുണ്ട്? അനക്കൊരു പകുതി വരും, എനിക്ക് ഒരു പകുതി. എന്റെ കുട്ടിക്ക് തോക്കുന്നതി എന്താ എന്റെ പ്രശ്നക്ക്? എന്റെ ബലൂണും തേങ്ങയും വേണ്ടാണെന്നില്ലേ? എനിക്ക് വേണ്ട എന്റെ ബലൂണ്. അജുന് സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടല്ലോ. ഈ കണ്ടില്ലേ വീഡിയോ? അച്ഛൻ വരുന്നതിന്റെ അഹങ്കാരം അവൾക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മളെ ആവശ്യമില്ലല്ലോ. സ്ലൈബ് ചോദിച്ചിട്ട് വാങ്ങാൻ തരൂല. നോക്കൂ എനിക്ക് തന്നാ കൊടുത്തു വിട്ട ഇന്റെ ചേച്ചിയാ, ഇന്റെ ചേച്ചി. ഇക്കാണെന്ന് പറഞ്ഞോ? നന്ദക്കുട്ടിക്കാണ് കേട്ടോ. നന്ദക്കുട്ടിക്കും അക്കൂനും ആണ് കേട്ടോ. തോക്ക് തരാ, പൊട്ടാസ് തരൂല. പിന്നെ തോക്കോണ്ട് മാത്രം ഞാൻ എന്താ കാട്ടാനാ? ഇജ്ജ് ഉണ്ടോണ്ട് മാത്രം എന്താ കാട്ടാനാ? എന്നാ അങ്ങനെ ആയിക്കോട്ടെ, ഉറപ്പല്ലേ? എന്താ അങ്ങനെ വിളിക്കരുത്. എനിക്കറിയില്ല. കോക്കൂന്ന് പറയണ എങ്ങനെയാ? എന്റെ ചോരയാണ്, ചോര. ഏത് ചോര? ഞങ്ങള് ഏട്ടൻ എന്റെ ചേച്ചിയാണത് സ്വന്തം. വാടകയ്ക്ക് കോക്കുനെ വിളിച്ചിപ്പോ തന്നെ ചോദിക്കാം കേട്ടോ. അമ്മ ചോദിക്കാം. എടാ ഒന്ന് കോക്കുനെ വിളിച്ചിപ്പോ തന്നെ ചോദിച്ചാ. ആ അമ്മേനെ ചൊല്ലു പറയാം. എടാ പെറ്റ് വെക്കാനുണ്ടോ? അത് കടലാസ് ചെടിയാണ്. കുട്ടികളായിക്കോളാം, അതന്നെയാണല്ലോ ചെയ്യണേ. പെറ്റോ കുട്ടികളായിക്കോളാം. അത് ബോഗൻവില്ല അങ്ങനെ ചെറുതാക്കി താന്നിക്കില്ല, വേറൊരു കളർ സാധനമാണ്. അല്ല ബോഗൻവില്ലയാണ്. നീ അത് വണ്ടി സ്ലോ ആ, ഞാൻ കാണിച്ചില്ലതാ. ഇത് ബോഗൻവില്ല തന്നെയാണ്. കേട്ടോ, അത് കുറ്റിച്ചെടിയാക്കി വളർത്തും കേട്ടോ. ചോട്ടെടുക്കുന്നുണ്ട് പോലും, അതിന്റെയൊക്കെ ചോട്ടെടുക്കുന്നുണ്ടല്ലോ. അതിനെ ഫോട്ടോ എടുക്കാൻ പറയും. ഇതിനെ ഫോട്ടോ എടുക്കാൻ പറയും. ഇതിന് ഫ്ലൈറ്റ് നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ.
ഇതിന്റെ ഫോട്ടോ എടുക്ക ശ്രീ അക്കു കണ്ടോ ഫ്ലൈറ്റ് പറയുന്നുണ്ട് പോയി എന്തിനു ഫോട്ടോ എടുക്കാൻ പറയാം വെള്ളം എന്താ വെള്ളം എടുത്തെടുക്കാൻ പറയാം ഇവിടെ കാർ എടുക്കാൻ പറയും ശ്രീ വേലക്ക് തന്നെ ഇവിടെ എടുക്കാൻ പറയും ഇവിടെ വേല മണ്ണൂച്ചടി മണ്ണൂച്ച് പാർക്കിംഗ് അല്ല കേട്ടോ. ബംഗാളിയെ വെച്ചൊന്നും അറിയൂല. ബംഗാളി ഇയമ്മാന്നാ പറഞ്ഞേ, ഞാൻ ചിന്ന പറഞ്ഞത് കറക്റ്റാ എക്സാക്ട്ലി കറക്റ്റാ. എക്സാമല്ലേ വരുന്നത്, പേപ്പറിൽ അതെന്താ അതാരാ വരുന്നു നോക്ക്. അച്ഛൻ ഇങ്ങോട്ടേ വരിക. വെയിറ്റ് ചെയ്യ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. കുട്ടെ ക്ഷീടാണല്ലോ കുട്ടെ, എന്ത് പറ്റി? വൈകുന്നേരം ഷവർമൊന്നും ഇല്ലേ പോവാ കാലങ്ങളായിട്ട്? വാങ്ങി വിനാച്ചിക്ക് സുഭാഷേട്ടാ ഫോണ് കൊടുത്താലേ സൂചി വെക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഡോക്ടർ. ഇനി ഫോൺ കൊടുക്കരുത്. ഇതാരെന്തേ അച്ഛല്ലോ ആരും ആണല്ലോ എന്തേ. ഇവിടുത്താ പോലീസ് ഉണ്ടാവും. ഇവിടുത്താ ഒന്ന് പോരാ, നമുക്ക് എന്താ കുഴപ്പല്ലേ? ചേര പോയതായിരുന്നു. എന്റെ ചോദിച്ചോ അച്ഛ എവിടെയേ ചോദിച്ചോ? ആരോടെ ചോദിച്ചത്? അമ്മേനോട് ചോദിച്ചോ? ഒച്ചക്ക മാറി ഒരു കൊഞ്ചലിന്റെ സ്വരം വരുന്നുണ്ട്. സൗണ്ട് അങ്ങോട്ട് കൊഞ്ചുന്നോള്. അമ്മക്ക് എന്താ കോപ്പ ചോദിച്ചത്? അമ്മയ്ക്ക് ഒരു കോപ്പുമില്ല. ആരെ ഈ ഉടുപ്പൊക്കെ വാങ്ങിട്ട് ഇത് ഹെനാനി കൊടുത്തയച്ച ഉടുപ്പാണ്. അത് ജോനയുടെ ബാഗ് പെട്ടിന്റെ ഉള്ളിലാണ്. സോ ക്ഷീണാണോ ഓൾക്ക്? പെട്ടി ബാഗ് ഡിക്കിയിലല്ലേ പൊന്നെ പോയി വാങ്ങിയത്. ഓ എന്നെപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത്? 1 കിലോമീറ്റർ കഴിഞ്ഞല്ലോ. മനസ്സിനുള്ളിൽ നിറഞ്ഞു നിക്കല്ല, എന്നെ തിരിഞ്ഞു നോക്കണ കാര്യം കണ്ണടച്ചാല് തുറന്നാലും ശരി. അതെന്തേ അമ്മക്കെന്തൊരു ഫോണ് കൊടുക്കണേ? ഞാൻ കൊടുക്കില്ല ഫോണ്. അച്ഛൻ വരുന്നെന്തിനാ? ഇന്നലെ ഡോക്ടർ എന്താ പറഞ്ഞത്? ഫോണിൽ കളിക്കരുത് പറഞ്ഞിട്ടില്ലേ? അടിയാണ് നമുക്ക്. എന്ത് സുഭാഷ് ചേട്ടാ എനിക്ക് എന്തെങ്കിലും മാറ്റണ്ടോ? തടി കൂടെ കുറേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പോയതിനു ശേഷം കുളിക്കാത്തൊരു മാറ്റം കാണില്ല. പറ, എന്റെ മുഖത്തിന് എന്തെങ്കിലും മാറ്റണ്ടോ? ഒരു സമാധാനമുള്ള പോലെ തോന്നുന്നില്ല മുഖത്തോ? എന്നാ സത്യാണ്. എന്ത് ചെയ്തെന്നോ 14 ദിവസം അടിച്ചു പൊളിച്ചു ഞങ്ങളിവിടെ. നോട്ട് ഫോർ മീ. കൂടി അടിച്ചമർത്തിണ്ടാവില്ല അവന്റെ മുടി ഇട്ടുണ്ട് മാറ്റില്ല. അക്കുടെ മുഖം എല്ലാരും പറഞ്ഞല്ലോ. എന്താ കൂപ്പ തന്നെ? അക്കുവിന് ക്ഷമല്ല കേട്ടോ. മുറിക്കുന്ന ശാസ്ത്രീയ വർഷം
Then my father will kill you. ഊരാളെ നമ്മൾ ഇങ്ങനെ മറ്റേ കത്തിക്കുന്ന പ്രശ്നം ഞാൻ നോക്കാം. Then my father will kill you. Okay? കിച്ചനെ വേണ്ട അല്ലാതെ പെട്ടി വന്നില്ലേ അല്ലേ നന്നാക്കട്ടെ? പിന്നെ എന്തിനാ കഴിച്ചത് വെച്ചിട്ടാ ഈ ഒരു ഡൈപ്പ് സ്നേഹത്തില്ല അല്ലേ ഓക്കെ പെട്ടി ഇതാ വലിച്ചു പറിക്കുന്നു ഇവിടെ. അതിന്റെ അച്ഛനെ മാത്രം മതി രാജാ. പെട്ടി വേണ്ട. പിന്നെ ചോണല്ലേ അല്ലേ ചേട്ടാ ചേട്ടാ നിങ്ങളെ ഭാര്യ രാവിലെ നീച്ചിട്ട് താക്കി ഉണ്ടാക്കി നിങ്ങക്ക് വേണ്ടിട്ട് രാവിലെ നോക്കുമ്പോണ്ട് പച്ചവെള്ളം പോലെ വരും ഇതൊന്നും മനസ്സിലാവണില്ല. ഓർഡർ ചെയ്താൽ മതിയായിരുന്നല്ലോ. ഇതിനാണ് വെറുതെ രാവിലത്തെ നെയ്ച്ച് ഉണ്ടാക്കാറുണ്ട്. നീച്ചുണ്ടാക്കിയല്ല കുട്ടി രാവിലെ നീച്ച് ഛർദ്ദിച്ച് പറയാത്ത നീച്ചു പോയതാ. കട്ടിക്കുട്ടികൾ നല്ല ചോന മുക്കുന്ന സാധനം നോക്കുന്ന സാധനം ഉണ്ട്. മുക്കണ സാധനം എന്താ എന്തോ ഇതായിണ്ടല്ലോ എന്നോട് ഞാൻ പറഞ്ഞു കയ്യടി എടാ അമ്മ ചമ്മന്തി കൊടുത്തയച്ചില്ലേ ആക്കടെ ആക്ര മുട്ടരുത് നോക്ക് മുറിക്കണ കണ്ടില്ലേ എന്തോ മണക്കുണ്ടോ ചക്ക മണക്കണോ? മൂത്ത സാധനം ചക്ക മണം പിടിച്ചിട്ടുണ്ടോ? എല്ലാ സാധനവും ഓൾമോസ്റ്റ് എല്ലാ സാധനവും ചക്ക മണം പിടിച്ചിട്ടുണ്ടോ അല്ലേ? ഇതാ ജോന്ന് പോയി കേട്ടാ. മൂർച്ചുണ്ട് മാങ്ങ നോക്ക്. ഇത് ഞങ്ങളെ വീട്ടിലെ മാങ്ങ കേട്ടോ. ആ ചക്ക നോക്ക്. ഇവിടുത്തെ ഇത് നമ്മളെ ചക്കയല്ലേ? ഞങ്ങളെ പ്ലാവുമ്പോ ഉണ്ടായ ചക്ക കേട്ടോ. മുരിക്കേന്റെ ഇപ്പൊ തന്നെ തളിച്ചാലോ അങ്ങോട്ട്. കഞ്ഞുള്ള നല്ല നല്ല പറഞ്ഞൂടായിരുന്നു എടുത്തു വെക്കാൻ. എന്താ ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായതാ. ഇത് ഞങ്ങളെ വീട്ടിലെ മാങ്ങിയ. ഈ ചക്ക ഞങ്ങളെ വീട്ടിലെ. ചിക്കു അച്ഛനും വാങ്ങി കൊടുത്തു. വീട്ടിലല്ലേ? ആ കൂനിയാണ് കോക്ക് കൊടുത്തയച്ചാണ്. എന്റെ സാധനം കിട്ടിട്ടോ. ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇന്ന് എന്റെ കാലുവേദനയൊന്നും ഇല്ല എനക്ക്. ഇന്നലെ മൊത്തം ഉടായിപ്പോയിരുന്നു എന്റെ കാലുവേദന പറഞ്ഞിട്ട്. തോരൻ വെക്കാനുള്ള മുരിങ്ങേന്റെ ഇലയാണ് കേട്ടോ. ഇതിപ്പോ തന്നെ ഉപ്പേരിയാക്കാം നമുക്ക്. ഇതെന്താ? ബീഫ്. ഇതൊക്കെ കോക്കൊക്കെ അയച്ചിട്ടുണ്ടോ? അവൻ എന്തൊക്കെയുള്ള അറിയാം. വീഡിയോ കണ്ടു അല്ലേ? മന്ദത്തിൽ പൂമറ്റൊക്കെ ഉണ്ട്. കവറാണ് ഇത്ര സൈസ് ഇതാണോ അവള് ഇതാണ് ഈ ഉദ്ദേശിച്ച പ്രിന്റഡ്? അക്കൂന്റെ നോക്കി ആ ട്രങ്ക് കാറ്റടിച്ച് തരാം അച്ഛൻ വൈകുന്നേരം കടയിൽ പോയി കേട്ടോ. യമ്മ, വായിച്ചോട്ടെ. അതെ വായിക്ക്. എടാ വായിക്കാൻ പറയാ അക്കുനോട്. പ്ലീസ് അമ്മ, നല്ല അമ്മ നോയിക്ക്. To my dear and dearest Akku and Nanda and Ajju. അണക്കുണ്ടോ? അതൊക്കെ പഠിക്കണ്ടേ? എന്റെ സ്വർണ്ണ പൊടികൾക്ക് സുഖമാണോ? കോക്കു ആൻഡ് ചന്തു മിസ് യു സോ 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 മച്ച്. അക്കു നന്നായി. ഇത് ഇന്നത്തെ ഡയലോഗാണല്ലോ. അക്കു നന്നായി പഠിക്കണം.
കുറെ കളിക്കണം, നന്ദക്കുട്ടിയെ നന്നായി നോക്കണം, നല്ല കുട്ടിയാവണം. ഇനി ഇനി എന്നാണ് ഞങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്? വി ആർ വെയിറ്റിംഗ് അക്കു. അന്നും ഇന്നും എന്നും കോക്കുവിന്റെ ഫസ്റ്റ് ബേബി അക്കു ആണ് ട്ടോ. കണ്ടോ നന്ദേ? അയ്യേ, പിന്നെ അങ്ങനത്തെ ഫോർമാറ്റ് ലവ് യു സോ മച്ച് ഉമ്മ. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് കോക്കു. നന്ദ അന്ന ആരെ കണ്ടുട്ടോ? നന്ദ അക്കു. അജു ഉണ്ട്, ഫസ്റ്റ് അജു. എവിടെ എവിടെ അജുന്റെ ഫസ്റ്റ് നെയിം? അനക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ, അതിന്റെ കുഴപ്പം. ഇതൊന്നും വേണ്ട, ചുറ്റി കൂടി കളയാട്ടെ. എന്നാ വെക്കണം? എങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നു? നമുക്ക് നോക്കാം. കണ്ടില്ലേ ഇരിക്കണം. ഞാൻ എണ്ണ അതാ ഉണ്ട് തരൂല. കോട്ടാപ്പിന്ന ഉദ്ഘാടനം ഞാൻ പൊട്ടിക്കട്ടെ. നീ പൊട്ടിച്ചോ. ഉറങ്ങുമ്പോ പടക്കം പൊട്ടിച്ചാ നീപ്പിക്കുകയാണ്. അതാ അച്ഛനെ അടിയിട്ടിട്ട് അവിടെ ഒട്ടിച്ചു വെച്ചാലേ ഇത് ഡ്രസ്സിൽ ഒട്ടിക്കണേണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തോക്ക് അക്കുവിന്റെ ഉണ്ട് ഫ്രീ. അപ്പൊ ദിക്കി അതെ ഇവിടെ നിന്ന് ഇപ്പൊ ഇത് പൊട്ടിക്കരുത് കേട്ടോ, അതിന്റെ മണം ഒരുമാതിരി വരും. പുറത്ത് പോയിട്ട് പൊട്ടിക്കാം. ജാനവഴി ഞാൻ പൊട്ടിക്കും. മാജിക് പോപ്പ് വായിലിട്ടാ പൊട്ടുന്ന മിഠായി. അക്കുന്റെ കാട്ടി എടാ തെറിക്കുന്നു, ഞാൻ എന്നോടത് പറഞ്ഞു. അത് തെറിക്കും, കണ്ണിക്കൊക്കെ തെറിക്കോ ചോ. मेरी याद के डोले कयूं जोड़ा ആട്ട് ഇത് നാട്ടിൽ നിന്ന് പോരുമ്പോൾ അതേപടി പറിച്ച് ഊരി തന്നയച്ചാട്ടോ. നമ്മളെ ജിഷ്ണുവിൻ്റെ അമ്മ തന്നയച്ചാണ്. അത് ഞങ്ങൾ ഇപ്പം തന്നെ ചോറിന് തോരനാക്കണം. ഓൾറെഡി ഞാൻ തോരൻ വെച്ചായിരുന്നു, പിന്നെ ഇതിനി വാടി പോണ്ടാക്കിട്ട്. ബീഫ് ഇതേപോലെ അനീഷേട്ടൻ്റെ അമ്മ റെഡിയാക്കി സെറ്റാക്കി തന്നതാട്ടോ. ജസ്റ്റ് ചൂടാക്കി തിന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ്. ഈ ഫുഡൊക്കെ കണ്ടപ്പോഴേക്ക് വീഡിയോ ഒന്ന് ഇങ്ങോട്ട് ചക്ക ഒക്കെ അങ്ങോട്ട് കണ്ടപ്പോഴേ അത് തിന്നാനൊക്കെ നിന്ന് വീഡിയോ കുറച്ചങ്ങോട്ട് സ്കിപ്പായി. ഇതമ്മ കല്ലു ബേബീൻ്റെ തലയിൽ കണ്ടായിരുന്നു അന്ന് നാട്ടിൽ അല്ലേ? നല്ല ഭംഗിയില്ലേ? അമ്മ വെച്ചുതരാം. ഹായ് പൂമ്പാറ്റ. കൊടംപുളി ഇത് എവിടുത്തെ? ഗൂഡല്ലൂർ ഞങ്ങളെ അമ്മായിൻ്റെ വീടുണ്ട് സൂൻ്റെ, അവിടുന്ന് കൊടുത്തയച്ച കൊടംപുളിയാണ്. മാങ്ങ പഴുത്തുണ്ടോ? ഇത് ഞങ്ങളെ സ്വന്തം മാവത്തിയല്ലേ? നമ്മളെ മാവത്തിയ? ഇത് കടയിൽ നിന്ന് വാങ്ങിയത് അത്രേ. അതാ ഇത് കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങയാട്ടോ. ഇത് ഞങ്ങളെ മാവും, ഇത് ഞങ്ങളെ മാവിലുണ്ടായ മാങ്ങയാട്ടോ. ഇവിടെ ഒക്കെ വെള്ളമാണ്. എന്താ വഴിക്ക് നീ തന്നെ വീഴും. വാട്ടർ ബലൂണിൽ വെള്ളം നിറച്ച് ഇതാക്കുന്ന ആകെ ഇവിടെ പൊട്ടിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് അമ്മ വരണ്ടാന്ന് വാതിലടച്ചിട്ട്. നല്ല സാധനങ്ങളാ കോക്ക് തന്നയച്ചിരിക്കുന്നത് അല്ലേ? സന്തോഷമാണ്. നന്ദേന്റെ ഫേവറേറ്റ് സാധനമാണ് ഈ വാട്ടർ ബലൂൺ. ഇവിടെയൊക്കെ ഇതാക്കുന്ന റൂം മൊത്തം പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. കോക്കൂനെ ഓടിക്കും ഞാന്. കോക്കൂന്റെ ക്ലിപ്പാണ് കേട്ടോ തലയിലുള്ളത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് വെള്ളം നിറച്ച് എറിയാം. ഓക്കെ, ഇപ്പൊ വെള്ളം റൂമിൽ നിന്നല്ലേ വെള്ളം നിറയ്ക്കുക കേട്ടോ. കഞ്ഞി കുടിച്ചു കഴിഞ്ഞാല് പുറത്തു പോവാം. എന്നാ പുറത്തു പോണ്ട. ആരാ നിലത്ത് കളഞ്ഞേ? ഇത് അമ്മ പ്രത്യേകം എനിക്ക് വേണ്ടി തന്നയച്ചതാ കേട്ടോ. ഇത് മാങ്ങാ ചമ്മന്തിയാണ്. അത് ഇവിടെ വന്ന് അരക്കിലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അരച്ച് ചമ്മന്തിയാക്കി കൊടുത്തു വിട്ടതാണ്. ഇത്രയും കറി ഉണ്ടായപ്പോൾ എൻ്റെ കറി ആർക്കും വേണ്ടാതെയായി. അക്കുനും വേണ്ട അമ്മേൻ്റെ കറി. അമ്മേൻ്റെ കറി ഇഷ്ടമായില്ല. ബാക്കി എല്ലാം ഇഷ്ടമായിരുന്നു. ബീഫൊക്കെ വെച്ചോ?
കോക്ക ഇതാണ് എനിക്ക് മോശം ഇഷ്ടമായത്. ഇത് കുറച്ച് പ്ലെയിൻ ആയി പോകും. ഇതില് ചിത്രം വരച്ചെന്ന പുളിയാവും. അത്ര മാത്രം മതി. ഇതാ ഇഷ്ടമായത്? നോക്ക്, ഒരു സൂപ്പർ ഹീറോ ഫേവറേറ്റ്. ഇഷ്ടായോ ഹെയർ ബാൻഡ്? അമ്മ രണ്ടെണ്ണൊക്കെയാണോ ഇട്ടിരിക്കണേ? കിട്ടി ഫേവറേറ്റാ. അപ്പൊ ബംഗാളി പൂച്ച എന്ന് വിളിക്കേണ്ട പേര് മാറി. എന്താ ബംഗാളി പൂച്ചാന്ന്? ഓൻ പറഞ്ഞു ഇത് കിട്ടിയില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കോളൂ. എല്ലാം കൂടെ ഇരുന്ന് തിന്നണ്ട, കുറച്ച് ശേഷം ഇരുന്ന് തിന്ന്. കൊറേ ഉടുപ്പാണെന്നുണ്ടല്ലോ അച്ഛൻ. തയ്പ്പിച്ചതല്ലേ സൂത്? ജിഷ്ണുവിന്റെ അമ്മ തയ്ച്ചു തന്നതാട്ടോ ഭാവിക്ക്. സുവച്ചൻ നന്ദക്കുട്ടിക്ക് വേണ്ടി തയ്പ്പിച്ചു കൊണ്ടുവന്ന കേട്ടോ അതൊക്കെ. ജിഷ്ണുവിന്റെ അമ്മയാണ് കേട്ടോ തയ്ച്ചു തന്നത്. ഒന്ന് എണീറ്റ് തന്നെ കാണിച്ചു കൊടുക്ക്. കാണട്ടെ. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനത്തെ. ഇത് തുണി എടുത്ത് അടിച്ചതാ? എനിക്കിഷ്ടായി. നിങ്ങൾക്കൊക്കെ ഇഷ്ടായോ? എല്ലാവർക്കും ഇഷ്ടായോ? ഇതൊക്കെ വാങ്ങിയതാണ്. ഇതൊക്കെ ഇനി ഓരോ ദിവസം നമ്മൾ ഇടുന്നതായിരിക്കും. സൂപ്പർ. പൊട്ടിച്ച് നോക്കാം കേട്ടോ. പക്ഷെ തരുന്ന ഗിഫ്റ്റ് എന്താണുള്ളത് പൊട്ടിച്ച് നോക്ക്. ഇതെന്താ ഇത്? അച്ചടാ, ഇതൊക്കെ ഞാൻ എടുത്ത ഫോട്ടോസാട്ടോ. നോക്കട്ടെ, ഞാൻ മൊബൈലിൽ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഫ്രെയിം ചെയ്യിച്ച് കൊണ്ടുവന്നതാണല്ലോ. ബാക്കി ഉണ്ടല്ലോ അല്ലേ? ബാക്കി വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഇനി ഉണ്ണിമോൻ വരുമ്പോ കൊണ്ടുവരും അല്ലേ? ഇഷ്ടായോ? എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടാട്ടോ. ഇത് ഞാൻ എടുത്ത ഫോട്ടോ ആയതുകൊണ്ട് പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫോട്ടോ. എടാ ഈ ഫോട്ടോ നല്ല ഭംഗിയില്ലേ? ഇതാണോ കറക്റ്റ് സൈസ്? എനിക്ക് ചെറുതായിട്ടാ തോന്നുന്നത്. പ്ലെയിൻ ആയി പോയില്ലേ? എന്ത് സന്തോഷം വന്നോ? നന്ദയ്ക്ക് സന്തോഷം പെട്ടു എന്നാട്ടോ ഇപ്പൊ പറഞ്ഞത്. ഇഷ്ടായോ? ഡ്രസ്സൊക്കെ ഇഷ്ടായോ? ഒക്കെ ഇഷ്ടപ്പെട്ടോ? കുടിക്കണ വെള്ളമാണോ സൂപ്പ് നിറയ്ക്കുന്നത്? കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി വാട്ടർ ബലൂൺ കോപ്പ് പറഞ്ഞ വേണ്ടി ഒരു കുഞ്ഞു വാട്ടർ ബലൂൺ. എനിക്ക് വരെ കളിക്കാൻ പറ്റില്ല, പിന്നെ കുട്ടിയെ കളിക്കാൻ പറ്റില്ല. എങ്ങോട്ടാ? എറിയാൻ. എവിടെ എറിയാൻ? ഇങ്ങനെ പുറത്തിറങ്ങിപ്പോ എറിയാനാണോ? ഇതെന്താ ബോംബോ? എന്ത്? ഞാൻ നാട്ടിൽ പോണില്ല. നിങ്ങൾ രണ്ടാളും അങ്ങനെ അവിടെ നിൽക്കണ്ട. അണക്കെന്തിന്റെ കുഴപ്പാണ്? തല മുട്ടല്ലോ. അച്ഛ ഇപ്പൊ പല്ലും മൂക്കൊക്കെ പോകുന്ന രീതിക്കുള്ള സാധനങ്ങളാണല്ലോ കൊണ്ടുവന്നിരിക്കണേ.
ബെഡിൽ വീണ പോലെ നിലത്ത് വീഴരുതേ. അമ്മായിക്ക് ഇനിയൊന്നും dress. കുറേ അല്ലറച്ചില്ലറോട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇതെന്താ മോക്ക് ഡ്രസ്സ് എടുക്കാനാണോ നാട്ടിൽ പോയത്? അടുത്തോ? ഇതോ ഇതെന്താ? അത് നന്ദൊട്ടിച്ചതാ. ചിക്കു കൊടുത്തോട്ട് സ്റ്റിക്കർ. എന്താ ചരട് കിട്ടല്ലേ നമുക്ക്? ആ നോട്ടെ, നല്ല ഭംഗിയുണ്ട്. അമ്മ നല്ല ഭംഗിയുണ്ട് പൊന്നു. അന്നേ ഞാൻ വിചാരിച്ചിരുന്നു നല്ല ഭംഗിയുള്ള പൂമ്പാറ്റാന്ന്. കണ്ണെഴുതാന് നന്ദക്ക് കണ്ണെഴുതണം. നമുക്ക് കണ്ണെഴുതാം. നമ്മളെ എങ്ങോട്ടേ പോകുമ്പോ അമ്മ അത് പൊട്ടിച്ച് കണ്ണെഴുതരാം കേട്ടോ. മുഖത്ത് പൊട്ടിട്ട് ഇപ്പൊ പൊട്ടിക്കണ്ട. പൊട്ടിട്ട്